വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്താണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില പെരുമാറ്റത്തിൽ ചില ദൂഷ്യങ്ങൾ, തെറ്റുകൾ കാണുകയാണ്. എല്ലാ ദിവസവും വിളിക്കലും സംസാരിക്കലുണ്ട്. പക്ഷേ അതൊരു വെറും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണെന്നാണ് പറയണത്. ലീവ് കിട്ടിയ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ വന്നെങ്കിലും അതൊക്കെ ഒരു പറ്റിക്കലായിരുന്നു, വേറൊരു കാമുകിയൊക്കെ ഉണ്ട് എന്നതാണ് അവരുടെ ഒരു ധാരണ. അപ്പോൾ അത് കുടുംബത്തോടും മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. അവർ എന്തായാലും ഇയാളോടൊപ്പം തന്നെ നിൽക്കാനും മറ്റൊക്കെ തന്നെയാണ് പറയണത്. ഓൾക്ക് സ്നേഹമുണ്ട് എന്നാണ് വീട്ടുകാർ പറയണത്. മക്കളുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഇതിൽ പറയണത്. അപ്പോൾ വീണ്ടും എന്നെ അവർ ചതിക്കുമെന്നൊരു പേടിയുണ്ട് എന്നാണ്. മാനസിക ആഘാതത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ മറികടക്കാനാകുമെന്ന് ദയവായി നിർദ്ദേശിക്കുക. ദിവസം ചെല്ലുന്തോറും ഞാൻ വളരെ പരിഭ്രാന്തയായി. എനിക്ക് സംശയരോഗമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, പക്ഷേ ഇതെൻ്റെ അനുഭവമാണ് എന്നതാണ് ആ സ്ത്രീ പറയുന്നത്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളും പറഞ്ഞാണ്, ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭർത്താക്കന്മാർ കണ്ടാൽ, അതോ ഫോണിലൊക്കെ കാണുകയാണെങ്കിൽ ആ തെളിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. അതെ. കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സാക്ഷിയും തെളിവും വേണം. അത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കേണ്ട, അവരുടെ രഹസ്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ അയാൾ തന്നെ നിഷേധിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇത്രയും അധികം പല നാട്ടിലും പോവുക, പല സ്ത്രീകളേറ്റും ബന്ധമുണ്ടാവുക, അങ്ങനെ പരസ്യമായ വ്യഭിചാരങ്ങളിലേക്ക് പോകുന്ന ഒരു പുരുഷന് എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് അയാളോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അത് വ്യക്തമായി ബോധ്യമുണ്ടെങ്കിൽ. അപ്പോൾ എന്താ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, എന്താണോ നമ്മളിൽ വരുന്ന ഇമോഷൻ, വികാരം, അത് സത്യസന്ധമായി നമ്മൾ പ്രകടിപ്പിക്കണം. അപ്പോൾ ഒരു ഭർത്താവിനോട് നമുക്ക് വെറുപ്പ് തോന്നുകയാണ്, അയാൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കര പ്രതിഷേധമുണ്ടെങ്കിൽ അത് പ്രതിഷേധിക്കുക തന്നെ വേണം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്താന്ന് ഒരു പരിഹാരം ഒരു കാലത്തുണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ താമസിക്കുന്നു, അന്യനാട്ടിൽ പോകുന്നു എന്നൊക്കെ ഉള്ളതിന് തെളിവുകളും ബോധ്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അയാളോട് പറയാം, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമികമായി തന്നെ ഒരു ഭർത്താവിൻ്റെ അടുക്കലോ ഭാര്യൻ്റെ അടുക്കലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഫാഹിഷത്തുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അത് ന്യായമായും ഒരു ത്വലാഖ് ആവശ്യപ്പെടാനുള്ള കാരണമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യില്ല, ഇത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം, ഇത് കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷെ നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ഞാനിത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കും, പരിഹാരമുണ്ടാക്കും. എന്നിട്ട് അവരെന്താ പറയണമെന്ന് വെച്ചാൽ അതേപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഏത് പുരുഷനാണ്, അഭിമാനമുള്ള ഏത് പുരുഷനാണ് തയ്യാറാവാതിരിക്കുക? തയ്യാറാവും. നമ്മൾ ഇവരുടെ സ്നേഹം കൊണ്ടും ഇവരെ അഭിമാനം നമ്മൾ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടും പല സ്ത്രീകളും എന്ത് ചെയ്യും, ഇവർ ഭയങ്കര മാന്യന്മാരായിരിക്കും ഇവർ സമൂഹത്തിൽ. അപ്പം അതുകൊണ്ട് അവർക്കൊരു മാന്യതയുടെ മുഖമുണ്ട്. ആ മാന്യതയുടെ മുഖം യഥാർത്ഥത്തിൽ അയാളെ ഭാര്യ എന്നതൊക്കെ ഈ സഹോദരിക്കും കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാണെന്ന് വന്നാൽ അത് മോശമാണല്ലോ എന്ന് വിചാരിച്ച് ഇത് പരസ്യപ്പെടുത്താതെയും ഇത് ഇഷ്യൂ ആക്കാതെയും പരിഹരിക്കാതെയും കൊണ്ടുനടക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അതിന് പരിഹാരമില്ലാത്തത്. ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ കൊണ്ട് അയക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഭാര്യ പോകും, മക്കൾ പോകുന്നുള്ളതാണ്. അത് പോവില്ലെന്ന് ഉറപ്പായാൽ പിന്നെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം തീരുമാനം എടുത്ത് ഇനി ഞങ്ങളപ്പോൾ എല്ലാം എന്ന് പറയണമെന്നല്ല നമ്മൾ പറയണത്. പക്ഷേ ഈ അവസ്ഥ തുടർന്നുകൊണ്ട് നിങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് തീർച്ചയായും നൽകേണ്ടതുണ്ട്. അതോടെ പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊക്കെ തന്നെ ഭയങ്കര സമൂഹത്തിൽ ഭയങ്കരമായി ഇവർ അപമാനിതരാകുന്ന കാര്യമാണ്. അത് വേറൊരാൾ അറിയുമെന്ന് പറഞ്ഞാൽ പിന്നോട്ട് വരാത്തവരാരാണ് ഉണ്ടാവുക. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.